കിങ്ങിണി ഫാമിലെ അടുത്ത തലമുറയാണ് ഇവർക്ക് ഞങ്ങൾ കട്ടി ആഹാരം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 2.5 മാസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതലാണ് ഞങ്ങൾ കട്ടി ആഹാരം കൊടുത്തു തുടങ്ങിയത്. ഇതുവരെ പാലാണ് കൊടുത്തത്. 2 നേരവും ഞങ്ങൾ പാലാണ് കൊടുക്കാറ്. ഇപ്പോൾ ഇന്ന് മുതൽ 1 നേരം ആക്കിയിട്ടുണ്ട്. 1 നേരം എന്തെങ്കിലും അവർക്ക് തവിടോ പുണ്ണാക്കോ, തേങ്ങാ പുണ്ണാക്കാണ് കൂടുതൽ. തേങ്ങാ പുണ്ണാക്കും പിന്നെ തവിട് ഐറ്റംസ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. 2.5 മാസമായപ്പോൾ ഞങ്ങൾ കൊടുത്തു തുടങ്ങി. തിന്നുന്നുണ്ട്, ചിലർ മടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിൽ സാറയുണ്ട്. നമുക്ക് സാറയെ കണ്ടാലോ? സാറ, ഇതാണ് നമ്മുടെ സാറാക്കുട്ടി. സാറാക്കുട്ടി ഒരു വെറൈറ്റിയാണ്. ഇതിൽ ഇളയ കുട്ടിയാണ് സാറ. സാറ തിന്നുന്നുണ്ട്. ഇനി ഇവർക്ക് ഞങ്ങൾ 1 നേരം പാല് 1 മാസം കൊടുക്കും. എന്നിട്ട് പൂർണ്ണമായിട്ട് ഇവരുടെ പാലിൽ നിന്ന് നമ്മളൊരു മാറ്റം കൊടുക്കും. ഇത് കുറച്ച് വലിയൊരു കുട്ടിയാണ്, മീനുക്കുട്ടിയാണ്. ഇവരെക്കാളും കുറച്ചുകൂടെ ഒരു 2 മാസത്തിന് മുതിർന്ന ഒരു കുട്ടിയാണിത്. മണിക്കുട്ടിയില്ല. മണിക്കുട്ടിയെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മണിക്കുട്ടി ഇത്തിരി വളർന്നു. മൂക്ക് കയറൊക്കെ കെട്ടി മണിക്കുട്ടിയെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തിന്നുകയാണ്. പക്ഷേ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുമെന്ന് നാളെ അറിയാൻ പറ്റുള്ളൂ. കാണിച്ചിരുന്നാലും 1-2 ദിവസം കുഴപ്പമില്ല, ലഘുവായിട്ടേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ തിന്നുന്ന അനുസരിച്ച് കൂട്ടി കൊടുക്കാം. സാറാക്കുട്ടിയാണ് ഇതിലേറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ളത്. സാറാക്കുട്ടിയാണ്. സാറ ഇവളാണ്. സാറ ഇത്തിരി കുറുമ്പത്തിയാണ്. സാറ ഇളയ കുട്ടികളല്ലേ എവിടെയായാലും ഇത്തിരി കുറുമ്പ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സാറയ്ക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. കുടിക്കാനായിട്ട് ഞങ്ങൾ ഡ്രിങ്കിങ് വാട്ടർ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവർ ആവശ്യമുള്ളപ്പോൾ വെള്ളം പോയി കുടിക്കുന്നതായിരിക്കും. സെപ്പറേറ്റ് അവർക്ക് വച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇനി പിന്നെ ഒരിക്കൽ അവരുടെ വിശേഷം നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ അവർ തീറ്റ തിന്നു തുടങ്ങിയിട്ടുണ്ട്. 2.5 മാസം കഴിഞ്ഞു. ഓരോ മാസം ഇടവിട്ട് ഞങ്ങൾ വിരഗുളിക കൊടുത്തു. ഇപ്പോൾ 3-ാം മാസം ആകുമ്പോൾ ഇനിയും കൊടുക്കണം. നമുക്കിനി അവരുടെ വളർച്ച എങ്ങനെയാണെന്ന് ഓരോ മാസവും നമുക്ക് കാണാം. എല്ലാവരും ഒരുമിച്ചൊരു പാത്രത്തിൽ കിടന്ന് തിന്നാനാണ് ഇഷ്ടം. അവർക്ക് മറ്റേ പാത്രത്തിലിരിക്കുന്നത് ആരും തൊടുന്നില്ല.
അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അവരെന്തായാലും കഴിക്കട്ടെ.